ஏதா பிரச்சனையா? ഈ പ്രതിമയിലെ നാടുവാഴിയുടെ ആത്മാവുണ്ടെന്നാ പറഞ്ഞത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോ. എന്റെ പൊന്നോ, ഒരു പ്രേത എപ്പിസോഡാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത്. നമ്മുടെ ജൂനിയർ മാൻഡ്രക്കില്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മ വരെ വേറെ ഒന്നുമല്ല, നമ്മുടെ കേശു നമ്മുടെ പടവലം വീട്ടിലെ പത്തായത്തിൽ നിന്നും പൊതിഞ്ഞു കെട്ടിവെച്ചിരുന്ന ഒരു പ്രതിമ എടുത്തുകൊണ്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതപ്പോൾ നമ്മുടെ പാറക്കുട്ടി കണ്ടിട്ട് അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി നിലവിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭവാനിയമ്മയും ഗൗരിയമ്മയൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ പ്രതിമയാണ്. അപ്പോഴാണ് നമ്മുടെ ഭവാനിയമ്മ ഇതിന് പിന്നിലെ ആ ഒരു കഥ പറയുന്നത്. ഇതിൽ ഒരു നാടുവാഴി രാജാവിന്റെ ആത്മാവുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മുടെ പടവലം തറവാട്ടില് കുറെ ദുരാനുഭവങ്ങൾ വന്നപ്പോ ഇതിനെ പൊതിഞ്ഞു കെട്ടി ആ പത്തായത്തിൽ ഇട്ടതാണ്. നിന്നോട് ആര് പറഞ്ഞടാ ദ്രോഹി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ എന്നിങ്ങനെ പറയുകട്ടോ. അപ്പൊ എല്ലാവരും ഇതിനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുവാട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഇതിനെ നോക്കിയിട്ട് എന്താണോ നോക്കി പഠിപ്പിക്കുന്നേ പോടാ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു നാടുവാഴിയുടെ പോലത്തെ ഒരു പ്രതിമ തന്നെയാട്ടോ നമുക്ക് തോന്നുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതേ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കേശുവും എല്ലാവരും കൂടെ ഭയങ്കര ബഹളായി. നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ദൈവമേ ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് പൊതിഞ്ഞു കെട്ടി കൊണ്ടോടാ ഇതിനെ തിരിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേശുവിനാണെങ്കിൽ പിന്നെ ഇതിനെ തൊടാൻ ഭയങ്കര പേടി. അപ്പൊ കേശു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചേച്ചി എടുത്തുകൊണ്ട് പോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടനടിയായി. ലാസ്റ്റ് ഇവര് വഴക്കിട്ട് നിൽക്കാതെ തന്നെ ഈ പ്രതിമ അപ്രത്യക്ഷമാകുകയാട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഞെട്ടി പറിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെ ഇനി വരാൻ കിടക്കുന്നു അല്ലേ. എന്തായാലും ഒരു ഹൊറർ എപ്പിസോഡാണ്, കാത്തിരുന്നേനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.